എല്ലാവർക്കുള്ള ഒരു സംശയമാണ് ഈ കോഗ്നിഷൻ മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നതൊക്കെ. കോഗ്നിഷൻ എന്ന് പറയാൻ കഴിഞ്ഞാൽ സിംപിളി നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, ചിന്തയിൽ മെമ്മറീസ് ഉണ്ടായിരിക്കാം, അതിലെ വ്യത്യസ്ത തലങ്ങൾ ഉണ്ടായിരിക്കാം, വീക്ഷണങ്ങൾ ഉണ്ടായിരിക്കാം, പല കാര്യങ്ങൾ കൂടിയതാണ് നമ്മുടെ കോഗ്നിഷൻ, ബേസിക്കലി ചിന്ത എന്ന് പറയുന്നത്. ഇനി മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത് നമ്മൾക്കുള്ള ഈ ചിന്തയെക്കുറിച്ച് ചിന്തിക്കലാണ്. നമുക്ക് എല്ലാവർക്കും മനസ്സിലുള്ള ചിന്തകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും അല്ലേ? ഈ ചിന്തകളെക്കുറിച്ചുള്ള ചിന്ത, അതായത് എൻ്റെ മനസ്സിൽ ഇത്തരത്തിലുള്ളൊരു ചിന്തയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള ചിന്തയെയാണ് മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ ചിന്തയെ കുറിച്ചുള്ള ചിന്ത. ഈ ചിന്തയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് പലപ്പോഴും നമ്മളുടെ ചിന്തകളെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട്, ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് വളരെ സഹായകരമാണ്. പലപ്പോഴും നമ്മൾക്ക് ഇമോഷണൽ ചലഞ്ചസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന തത്വവും ഇത് തന്നെയാണ്. നമ്മളുടെ ചിന്തകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു, ഏത് തരത്തിലുള്ള ചിന്തയിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, അതിനെ മാറ്റാനായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടാനായിട്ട് ശ്രമിക്കുന്നു. സോ ഈ കൺസെപ്റ്റ് വളരെ നന്നായി അറിഞ്ഞിരിക്കുക.